ഒരു കപ്പിളിന്റെ ഇടയിൽ വന്ധ്യത എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിലൊരു 40% ഇതിന്റെ കാരണക്കാർ പുരുഷന്മാർ കൂടിയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബീജത്തിന്റെ ഗുണനിലവാരത്തിലോ മോട്ടിലിറ്റിയിലോ മോർഫോളജിയിലോ ഒക്കെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും വന്ധ്യത വരാറുണ്ട്. അതുകൊണ്ട് ബീജത്തിന്റെ ക്വാളിറ്റി കൂട്ടുന്ന കുറച്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം, പച്ചക്കറികള്, ഓറഞ്ച്, നാരങ്ങ, കിവി, പേരയ്ക്ക എന്നിവയിൽ വൈറ്റമിൻ സി കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് ബീജങ്ങളുടെ മോട്ടിലിറ്റിയെ സഹായിക്കുന്നതാണ്. അടുത്തത് വൈറ്റമിൻ ഇ. ബദാം, നിലക്കടല, ഇലക്കറികൾ തുടങ്ങിയവയിലെല്ലാം കൂടുതലായിട്ട് വൈറ്റമിൻ ഇ കാണുന്നുണ്ട്. ഇത് ബീജങ്ങളെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അടുത്തത് സിങ്ക്. കക്കയിറച്ചി, ഞണ്ട്, റെഡ് മീറ്റ്, നട്ട്സ്, പയർവർഗ്ഗങ്ങൾ എന്നിവയിലൊക്കെ കൂടുതലായിട്ട് സിങ്കിന്റെ അളവ് കാണാറുണ്ട്. ഇത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്തത് സെലീനിയം. ട്യൂണ, ചെമ്മീൻ, ചിക്കൻ എന്നിവയിൽ സെലീനിയം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുകയും ബീജങ്ങളുടെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഫോളേറ്റ്, അതായത് വൈറ്റമിൻ B9. ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയിലൊക്കെ കൂടുതലായിട്ട് ഫോളേറ്റ് കാണപ്പെടുന്നുണ്ട്. ഇത് ബീജങ്ങളുടെ DNA ആരോഗ്യത്തിന് പ്രധാനമാണ്. അടുത്തത് omega-3 ഫാറ്റി ആസിഡുകൾ. സാൽമൺ ഫിഷ്, അയല, മത്തി തുടങ്ങിയ ചെറു മത്സ്യങ്ങളിലും നട്ട്സ്, വാൾനട്ട്, ഫ്ലാക്സീഡ് തുടങ്ങിയവയിലും കൂടുതലായിട്ട് omega-3 ഫാറ്റി ആസിഡ് കാണുന്നുണ്ട്. ഇത് ബീജങ്ങളുടെ ചലനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതുകൂടാതെ മുട്ട, ചീര, ബനാന, വെളുത്തുള്ളി, വാൾനട്ട്, മത്തങ്ങ വിത്തുകൾ, മാതള നാരങ്ങ തുടങ്ങിയവയൊക്കെ ബീജത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതൊന്നുമല്ലാതെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുമാണ്.